മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ അവിശ്വസനീയമായ ഒരു തോൽവിയാണ് പ്രതിപക്ഷ സഖ്യം നേരിട്ടത്. കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് തന്നെയാണ്, അവിശ്വസനീയമായി പോയോ? അവിശ്വസനീയമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ ദീർഘകാലമായി ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഇത് മഹാരാഷ്ട്രയിലെ എല്ലാ തലങ്ങളിലും പോയി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. ഗ്രൗണ്ട് റിയാലിറ്റി പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല ഇത്. ഒരു കാരണവശാലും ഇങ്ങനൊരു വിജയം ഞങ്ങളാരും നമുക്ക് അംഗീകരിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 മാസം മുമ്പ് 48-ൽ 31 സീറ്റ് നേടിയ ഒരു മുന്നണിക്ക് 50 സീറ്റ് പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ അത് വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു തോൽവിയാണിത്. ചില കണക്കുകൾ നോക്കുമ്പോഴേ മറാത്തവാഡ ഏരിയയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8-ൽ 7 സീറ്റും പ്രതിപക്ഷ സഖ്യം നേടി. അവിടെ ഇത്തവണ നിയമസഭയിലേക്ക് വരുമ്പോൾ 46-ൽ 43 സീറ്റോളം നേടുന്നത് BJP സഖ്യമാണ്. അതെങ്ങനെയാണ് 6 മാസത്തിനുള്ളിൽ ഈ മാറ്റം വരുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. തന്നെയല്ല, മുഖ്യമന്ത്രി ഷിൻഡെ പറഞ്ഞു എൻ്റെ ഒരു സ്ഥാനാർത്ഥിയും തോക്കില്ല എന്ന് പറഞ്ഞു. ഒരാളും തോക്കില്ല എന്ന്, ഒരാളും തോറ്റില്ല. അപ്പം എങ്ങനെ എന്താണിത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. വളരെ ഗൗരവത്തോടു കൂടി ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ആലോചിക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ നാളെ എങ്ങനെ മുന്നോട്ട് പോകും? എന്തിനാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്? ഈ ഒരു ചിന്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സാധിച്ചു വിജയം എന്നാണ് വിചാരിക്കുന്നത്? അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇതൊരു തിരിമറി നടന്നു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ധാരാളമാണ്. ഇപ്പം പല ആളുകൾ എന്നോട് പറയുന്നുണ്ട് മെഷീനിലെ കുഴപ്പമാണ്. അപ്പോൾ ചിലർ ചോദിക്കും ജാർഖണ്ഡ് ജയിച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ജാർഖണ്ഡ് ജയിപ്പിച്ചിട്ട് മഹാരാഷ്ട്ര പിടിക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇവരുടെ തന്ത്രം. കാശ്മീർ തന്ന് ഹരിയാന പിടിക്കുന്നു. ഇതെന്തൊരു ഏർപ്പാടാണ്? അപ്പോൾ അവർ വിചാരിക്കുന്ന സ്റ്റേറ്റുകളെ നമ്മൾ ജയിക്കത്തുള്ളൂ എന്ന നിലയിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ ധാരാളം ആളുകൾ എന്നെ ഫോൺ ചെയ്ത് പറയുകയും നേരിട്ട് കണ്ട് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിശ്വസനീയമായൊരു കാര്യമാണ്. പക്ഷേ തോൽവിക്ക് പല കാരണങ്ങൾ കണ്ടെത്തുന്ന ആളുകളുണ്ട്. അവർ പറയുന്ന പല കാരണങ്ങൾ, ഒന്ന് ഈ വനിതകൾക്ക് സഹായം കിട്ടിയത്, അതൊപ്പം സംഘടന, ഈ മുന്നണിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ, സീറ്റ് വിഭജനത്തിലെ പ്രശ്നങ്ങൾ, അമിത ആത്മവിശ്വാസം, അങ്ങനെ പല കാരണങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഞങ്ങളെക്കാൾ കൂടുതൽ റിബലുകൾ BJPക്ക് ഉണ്ടായിരുന്നു, മഹായുതിയിലുണ്ടായിരുന്നു. ധാരാളം റിബലുകൾ, ഞങ്ങൾക്ക് കുറവായിരുന്നു. അമിത ആത്മവിശ്വാസമൊന്നുമില്ല. എല്ലാവരും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഇതിൽ കൂടുതൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 10 മാസമായി ഇവിടുത്തെ രാഷ്ട്രീയം എല്ലാ ജില്ലയിലും പോയതാണ് കോർഡിനേറ്റ്. എനിക്കതല്ല ചെയ്യാൻ പറ്റുമോ? ചുമതലക്കാരെന്നുള്ള നിലയിൽ നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയം മാറ്റിമറിക്കാനൊന്നും പറ്റില്ലല്ലോ. നമുക്ക് പ്രവർത്തകരെ കോർഡിനേറ്റ് ചെയ്യുക, സംഘടനാപരമായ ആ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക, ആവേശപരമായി ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കുക, മുന്നണിക്കകത്ത് പ്രശ്നങ്ങളുണ്ടാകുന്നു, ഇതൊക്കെയാണല്ലോ ചുമതലക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ രാഷ്ട്രീയം കംപ്ലീറ്റ് മാറ്റിമറിക്കാനൊന്നും ചുമതലക്കാർക്ക് കഴിയില്ല. അപ്പോൾ എന്നെ ഏൽപ്പിച്ച ചുമതല ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പരാജയം ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്, നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ജനങ്ങളുടെ വികാരം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല ഉണ്ടായിട്ടുള്ളത്. മാനസികമായി വലിയ വിഷമം തോന്നുന്നൊരു തീർച്ചയായിട്ടും. കാരണം ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്തതല്ലേ. കഴിഞ്ഞ 4 മാസം മുമ്പ് 31 സീറ്റ് ജയിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് 40 സീറ്റ് പോലും ഈ മുന്നണിക്ക്, മഹാവികാസ് അഘാഡിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? തന്നെയുമല്ല, ഉദാഹരണം ശരത് പവാറിൻ്റെ കോട്ടയാണ് വെസ്റ്റേൺ മഹാരാഷ്ട്ര. അവിടെ ഒരു സീറ്റും അദ്ദേഹം ജയിക്കുന്നില്ല. ഒരു ജില്ലയിലും പല ജില്ലകളിലും നമ്മൾ ഒരു സീറ്റും ജയിക്കുന്നില്ല. നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തത്. കാണുമ്പോൾ അജിത്താണ് വലിയ നേതാവ്, ശരത് പവാർ ഒരു സ്വാധീനവും ഇല്ലാത്തൊരു നേതാവാണെന്ന് തോന്നും. അതെ, അതാണ് ഇപ്പോൾ തെളിയിക്കുന്നത്. അതൊക്കെ വലിയ തന്നെയുമല്ല, BJP എല്ലായിടത്തും തൂത്തുവാരുകയാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം മഹാരാഷ്ട്രയിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയതല്ല. ഞങ്ങളേതായാലും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. എങ്ങനെ കയറും? അല്ല, അത് ഇനിയിപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടന്നാൽ എങ്ങനെ ജയിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഏതായാലും വരട്ടെ, കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതിലെന്തോ ഒരു തിരിമറി നടന്നു എന്നൊരു സംശയമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അത് ആലോചിക്കട്ടെ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വിജയം ഒരിക്കലും അപ്രതീക്ഷിതമാണ്, യാഥാർത്ഥ്യങ്ങളുമായി നിരക്കുന്ന ഒന്നല്ല. മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചു. പൃഥ്വിരാജ് ചവാനെ പോലെയൊക്കെയുള്ള നേതാക്കൾ 40,000 വോട്ടിന് അടുത്താണ് തോൽക്കുന്നത്. ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരോടും സംസാരിക്കുകയാണ്. ഇനിയിപ്പം മഹാരാഷ്ട്ര കുറച്ച് ദിവസം കൂടി ഉണ്ടോ? അല്ല, ഞാൻ ഇന്ന് തിരിച്ചു പോകും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇനിയും കാര്യങ്ങൾ റിസൾട്ടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്.
ശ്രീ രമേശ് ചെന്നിത്തലയാണ് 24 ഇത്ര നേരം സംസാരിച്ചത്. വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24 മുംബൈ.